ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തന്നെ കീഴിലേക്ക് പോവാം. ഞാനാണല്ലോ. ഗെറ്റ് റെഡി ഫോർ എ 100. സാരല്ല, നെക്സ്റ്റ് പോയി പിടിക്കും നമ്മൾ. ഇതാണ് പ്രശ്നം. ഇടാല്ലേ? നീ സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലായോ? ഹെഡ് എടുത്തോ. ഇനിയെങ്കിലും ഇതിപ്പോ ആദ്യത്തെ കിഴി ഞാനങ്ങ് എടുത്താ പോലെ. അതൊക്കെ ശരി. വീണത് വെറുതെ അതിന് റിസ്ക്. എങ്ങനെയുണ്ട് മനസ്സിലായില്ലേ? ഫസ്റ്റ് കിഴി. ഓക്കെ. ഹൃദയഹാരിയായ പ്രണയകഥ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് 7 മണിക്ക്. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. എന്നാത്താൻ കേസോട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം അതിലെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ചെയ്യുന്ന സിനിമ. നമ്മുടെ ചാക്കോച്ചന്റെ ക്യാരക്ടർ ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാരും ചാക്കോച്ചൻ ഗസ്റ്റ് വരുന്നുണ്ട്. അടുത്ത കിഴി NBK 109, നമ്മുടെ ബാലയ്യയുടെ സിനിമ. ബോബി കൊല്ലി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഇതിലാണ് നമ്മുടെ ദുൽഖർ സൽമാൻ ഉണ്ട് എന്നുള്ള റൂമേഴ്സ് ഉള്ളത്. ഇതിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ടുകളൊക്കെ. പക്ഷേ ഉറപ്പില്ലല്ലോ, മേ ബി. എന്തായാലും ഇന്ന് നമുക്ക് ഇതിൻ്റെ ഗ്ലിംസ് വീഡിയോ വരുന്നുണ്ട്, അതിൽ നിന്ന് മനസ്സിലാക്കാം ഉണ്ടോ ഇല്ലയോ. ഇന്ന് ശിവരാത്രിയാണ്, അതുകൊണ്ടായിരിക്കണം മേ ബി ഈ ഒരു അപ്ഡേറ്റ്സുകളൊക്കെ ഇന്ന് ഇങ്ങനെ ഒരുപാട് വരാനുള്ളതുണ്ട്. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. യെസ്. ചിയാൻ 62. ഓഹോ. തേനീശ്വർ ഓൺ ബോർഡ്. ഓക്കെ. നമ്മുടെ നൻപകൽ നേരത്തെ മയക്കം, പിന്നെ ഇതൊക്കെയായിരുന്നടാ കുറേ എണ്ണം ഉണ്ട്. സിനിമകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ DOP ചെയ്ത ആളാണ്. അപ്പോൾ ആളാണ് 62 DOP. ഓക്കെ. അടുത്തത് ടൊവിനോ തോമസ്. നെക്സ്റ്റ് അനുരാജ് മനോഹർ സിനിമ സംവിധാനം ചെയ്യും എന്നുള്ളതാണ് കേട്ടത്. അതായത് ഇഷ്ക് എന്ന സിനിമയ്ക്ക് ശേഷം ആളൊരുക്കുന്ന നെക്സ്റ്റ് മൂവി, അതിൽ നമ്മുടെ ടൊവിനോ നായകനാവും. ഐഡൻറ്റിറ്റി സിനിമയുടെ ഷൂട്ടിന് ശേഷം. ഐഡൻറ്റിറ്റി കഴിയാനായില്ലേ? കഴിയാനായി, കുറച്ചും കൂടെ ഉള്ളൂ. അതിനുശേഷം ഈ സിനിമ എടുക്കും. യെസ്. ഓക്കെ. അടുത്തത് കാർത്തി 26. കാർത്തിയുടെ 26ാമത്തെ സിനിമയുടെ പൂജ വീഡിയോ ഇന്ന് വൈകിട്ട്. ഓക്കെ. ഇന്ന് വൈകിട്ട് എപ്പോഴാ? 5 മണിക്ക്. ഓക്കെ. നളൻ കുമാരസ്വാമിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. യെസ്. ഓക്കെ. അടുത്ത കിഴി DNS. ധനുഷ്, നാഗാർജുന, പിന്നെ നമ്മുടെ എന്തായിരുന്നു ശേഖർ കമുല. അതായത് ഡയറക്ടറിൻ്റെ പേരാട്ടോ, ശേഖർ. അപ്പോൾ സിനിമയുടെ ഫസ്റ്റ് ലുക്കും ടൈറ്റിൽ അനൗൺസ്മെൻറ്റും ഇന്ന് 4:05. നായിക ആരായിരുന്നടാ? രശ്മിക മന്ദനല്ലേ? ഞാൻ അത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഓർത്തോണ്ടിരിക്കുന്നു. ഫസ്റ്റ് പറയേണ്ട ആളാണേ അത്. അല്ല, അങ്ങനെയാണേ, എന്തോ ചെയ്യാനാ. ഇന്ന് ശിവരാത്രി അല്ലേ? അതുകൊണ്ടാണ് ശിവൻ ഉറങ്ങുന്ന ദിവസമല്ലേ? അതെ, ശിവനാണ് ഉറങ്ങുന്നത്, കൃഷ്ണനല്ല. അല്ല, ശിവനല്ല ഉറങ്ങുന്നത്. അവിടെ നായികമാർക്ക് പ്രാധാന്യമില്ല, നായകന് മാത്രം പ്രാധാന്യം. ഓക്കെ. മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിലെ കളക്ഷൻ 25 CR. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം. 20 കോടിക്ക് മുകളിൽ തന്നെ ഒരു തമിഴ് സിനിമ, ഒരു മലയാള സിനിമ തമിഴിൽ കയറിയിട്ടില്ല. 10 കോടിക്ക് മുകളിൽ 2 ഡിജിറ്റ് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു 2 ഡിജിറ്റ് ഒരു കളക്ഷൻ മലയാള സിനിമക്ക് വരുന്നത്. ഇത് 25 കോടി ക്ലബിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അത്ഭുതം. തീർച്ചയായിട്ടും സത്യം. വേറെ ലെവല്, നമ്മുടെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ കാണണം മലയാളത്തിന്റെ. അതെ. ഓക്കെ. അടുത്ത കിഴി കൽക്കി. 2898 AD. സിനിമയുടെ ഒരു ന്യൂ ലൊക്കേഷൻ സ്റ്റില്ല് വന്നിട്ടുണ്ട്. പ്രഭാസും ദിശ പട്ടാനി ഒരുമിച്ചുള്ളത്. സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സോങ് ഷൂട്ടാണെന്നുള്ളതാണ് കേട്ടത്. ഇറ്റലിയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റലി പൊളിച്ച്. ഇന്ന് എന്തോ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടത് കേട്ടോ. അത് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ എന്തോ ഒരു സംഭവം ഇവർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. എമ്പുരാൻ സിനിമയുടെ 3rd ഷെഡ്യൂൾ പാക്കപ്പ് ആയിട്ടുണ്ട്.
യെസ്, ഓക്കെ. നമ്മുടെ പൃഥ്വിരാജിനെ അറിയിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതെ, അപ്പോൾ എമ്പുരാൻ ഇനി മറ്റു സ്ഥലങ്ങളിൽ കളിയല്ലേ? പിന്നല്ല, അടുത്ത രാജ്യത്തോട് ഞങ്ങൾ പോകും. രാജ്യം മൊത്തം കണ്ടുകൊള്ളണം. അതാണ്, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നമ്മൾ എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ പോയി അല്ലേ? യെസ്. ഓക്കെ, അടുത്തത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, ഗോട്ട്. നമ്മുടെ ദളപതി വിജയ് കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കേൾക്കുന്ന സൂചനകൾ. തിരുവനന്തപുരത്ത് അതായത് ഒരാഴ്ച ആളുണ്ടാവും എന്നുള്ളതാണ്. എന്തായാലും സിനിമയുടെ പ്രീ ക്ലൈമാക്സ് ഷൂട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വെങ്കട് പ്രഭു ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതാണ്. അടുത്തത് എന്താടാ? അല്ല, ഒന്നുമില്ല, ഞാൻ തുടക്കത്തിൽ ആ ഒരു കോയിനിട്ടത് ഓർത്താ. ലക്കി ഭാസ്കർ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ല് കാണാം. കാണിച്ചു കൊടുത്തു. അല്ല പിന്നെ ലക്കി ഭാസ്കർ നല്ലൊരു സിനിമ ആവട്ടെ അല്ലേ? പിന്നല്ല. ഓക്കെ, അടുത്ത കിഴി. SSMB 29. ആ കോയിൻ പോയതേ, ആ കോയിനിലാണ് എനിക്ക് പണി കിട്ടിയത്. SS രാജമൗലി മഹേഷ് ബാബു ചിത്രത്തിൽ നമ്മുടെ മഹേഷ് ബാബുവിൻ്റെ ലുക്ക് 8 ഗെറ്റപ്പിലായിരിക്കും ആൾ വരിക എന്നുള്ളതാണ്. അപ്പോൾ കാലഘട്ടങ്ങൾ ഒരുപാട് കാണിക്കുന്ന സിനിമ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ സർദാറിലൊക്കെ വന്ന പോലെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴൊക്കെ ഗെറ്റപ്പ് മാറി പക്ഷേ ഇത് പറയുന്നത് കാടുകളിലൊക്കെ നടക്കുന്ന ഒരു അഡ്വഞ്ചർ സ്റ്റോറിയാണെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ രാമായണത്തിൽ ഹനുമാന്റെ ചില സംഭവങ്ങളൊക്കെ അതിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് എന്നുള്ളത് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫോറസ്റ്റിലൊക്കെ ഉള്ള അവിടുത്തെ ആദിവാസികളുടെ ലുക്കിലൊക്കെ വരുന്നുണ്ടാവും, പല ലുക്കിൽ വരുന്നുണ്ടാവും. അതായിരിക്കാം, അറിയൂല. അടുത്തത് വിടാമുയർച്ചി. കുറെ ആയല്ലോ അജിത്ത് വന്നിട്ടല്ലേ? കുറച്ച് ആള് ലീവിലല്ലായിരുന്നോ? വിടാമുയർച്ചിയുടെ സിനിമയുടെ ഒരു 30-40 ദിവസത്തെ ഷൂട്ട് ബാലൻസ് ഉണ്ട്. മാർച്ച് 15 നെക്സ്റ്റ് ഷെഡ്യൂൾ തുടങ്ങുവാണ്. ഇതിന്റെ രസം എന്താണെന്നറിയോ? അതായത് വിടാമുയർച്ചി ഏറ്റവും വേഗത്തിൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന അജിത് മൂവി ആയിരിക്കും. 65 ദിവസമായിട്ടായിരുന്നു അല്ലെ? 65 ദിവസം കൊണ്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തീരുന്ന അജിത്തിന്റെ മൂവി ആണ്. അങ്ങനെ ആയിരുന്നു ഇതിന്റെ ഒരു ആദ്യ സമയങ്ങളുള്ളതിന്റെ. 125 കഴിഞ്ഞു എനിക്ക് സാധാരണ പോലെ. എന്താണെങ്കിലും മാർച്ച് 15 അസർബൈജാനിലാണ് വീണ്ടും ഷൂട്ട് തുടങ്ങുന്നത്. ദിവസം ആദ്യം അജിത്ത് കേട്ടിട്ടുണ്ടാവും, അത് ഞാൻ ശരിയാക്കി തരട്ടോന്ന്. എനിക്കിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ടൂർ പോകാനുള്ളതാണ്. സത്യം, ട്രിപ്പ് പോയിട്ട് മതി നിന്റെയൊക്കെ സിനിമ. അല്ലേ, ആള് വർഷത്തിൽ ഒരു സിനിമ, അതാ ഒരു കൊല്ലത്തിൽ തന്നെ അങ്ങ് വരുള്ളൂ. ഓക്കെ, അടുത്ത കിഴി മമ്മൂട്ടി മഹേഷ് നാരായണൻ മൂവി. സിനിമയുടെ പേര് റൂമേഴ്സ് പ്രകാരം, അതായത് ഇപ്പോൾ എല്ലായിടങ്ങളിലും ഇത് ഏതാണ്ടൊക്കെ ലീക്കായി തുടങ്ങിയെന്ന് കേൾക്കുന്നു. എന്താണെന്ന് അറിഞ്ഞു കേട്ടോ. അത് ഫാൻസിൻ്റെ ഇടയിലുള്ള ഒരു പേരാണ്, അത് ഒഫീഷ്യലാണെന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ലീക്കാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഗുഡ് ഫെല്ലസ് എന്നായിരിക്കും സിനിമയുടെ പേര് എന്നുള്ളതാണ് കേട്ടത്. ഇതിന്റെ അർത്ഥം കുറെ ഞങ്ങൾ തപ്പിപ്പോയി, പക്ഷെ കിട്ടുന്നത് എന്താ, അതായത് ഗ്യാങ്സ്റ്റേഴ്സിന്റെ ഫാമിലിയുള്ള ഒരു ഗ്യാങ്സ്റ്റർ അല്ലേ, അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. എന്താണെങ്കിലും വരട്ടെ, ഫാൻ മെയ്ഡ് പോസ്റ്റർ എന്തായാലും കാണാം. ഭീഷ്മോർവും പിന്നെ നമ്മുടെ എന്തായിരുന്നു അഞ്ചാം പാതിര, പിന്നെ നമ്മുടെ ഫഹദിന്റെ സിനിമ ഏതായിരുന്നു, ട്രാൻസ്. 3 പേരുടെ ക്യാരക്ടർ 3 പേര് ഒരുമിച്ച് വരുന്ന സിനിമ ആകുമ്പോഴേ വേറെ ലെവലും ആയിരിക്കും. ഭയങ്കര ബഡ്ജറ്റിൽ വരുന്ന സിനിമ. അതാണ്. അടുത്തത് അണലി. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു പാമ്പിന്റെ പേരായിരിക്കും റഫത്ത് നിന്നവൻ. തീർച്ചയായിട്ടും അണലി. മൂർഖൻ. എടാ അണലിക്കാടാ വിഷം കൂടുതൽ. എനിക്കങ്ങനെ ചീഞ്ഞ വിഷമൊന്നുമില്ല. എന്താണെങ്കിലും അണലി സിനിമയല്ല, വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്നതാണ്. മിഥുൻ മാനുവലാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിന്റെ പൂജ കഴിഞ്ഞു, ഇന്ന് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അണലി വെബ് സീരീസ്. ഓക്കെ, അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ചടങ്ങ് അതെന്നും നീ മേടിച്ചോണ്ട് പോകുന്നല്ലേ, ഇനി എടുത്തിട്ട് പോ. മര്യാദ എന്ന് പറഞ്ഞ സാധനമല്ല, നന്നാവില്ല. എന്റെ ടോസും കളഞ്ഞിട്ട് ഞാനാണല്ലോ കളഞ്ഞത്. പിന്നല്ലാണ്ട് എന്റെ കോൺസെപ്റ്റ് ഞാൻ പണ്ടേ പറയാണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതിലൊന്നും നിൽക്കുള്ളൂ, ഒറ്റ പോക്ക.
ഞാൻ പറയാറുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ പോയി, ഇന്നത്തെ കിഴി പോയി. പോക്കം പോയി.